ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. യമനിലെ മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ അടിയന്തര നീക്കം. ഇടപെടൽ സന്നദ്ധയെന്ന് സൗദി മലയാളി വ്യവസായി ജേക്കബ് ചെറുവള്ളി. യമനിലെ ഗോത്രധാരികളുമായി ചർച്ചയ്ക്ക് തയ്യാർ. ദയാധനം നൽകിയാൽ ഉടൻ ചർച്ച നടത്താമെന്ന് ജേക്കബ് ചെറുവള്ളിൽ കേരള വിഷൻ ന്യൂസിനോട്. സർവകലാശാലകളെ ഗവർണർ കാവ്യവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ച് രാജ്ഭവനിലേക്ക് SFI നടത്തിയ പ്രകടനത്തിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിട്ട പ്രവർത്തകർ, തുടരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. ഗവർണർക്കെതിരെ സംസ്ഥാനമെങ്ങും പ്രതിഷേധം. കേരള സർവകലാശാലയിൽ VC-യെ വെല്ലുവിളിച്ച് രജിസ്ട്രാർ. ഓഫീസിൽ പ്രവേശിക്കരുതെന്ന നിർദ്ദേശം തള്ളി അനിൽകുമാർ. രജിസ്ട്രാറെ തടയണമെന്ന VC-യുടെ നിർദ്ദേശം നടപ്പായില്ല. സർവകലാശാലയിലെ ഓൺലൈൻ സിസ്റ്റം പുനഃസ്ഥാപിച്ചു. ഈ ഫയലുകൾ രജിസ്ട്രാർക്ക് കൈമാറി സിൻഡിക്കേറ്റ്. സർവകലാശാലയിലേക്കുള്ള AISF DYFI മാർച്ചുകളിൽ സംഘർഷം. അടിയന്തരാവസ്ഥയ്ക്കും നെഹ്റു കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ശശി തരൂർ. അടിയന്തരാവസ്ഥ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായം. കർക്കശ നടപടികൾക്ക് നിർബന്ധം പിടിച്ചത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നത് കൊടും ക്രൂരതയെന്നും തരൂർ. വിമർശനം ഓൺലൈൻ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ. മുഖ്യമന്ത്രിയാകാൻ ശശി തരൂർ യോഗ്യനെന്ന സർവേ ഫലം തള്ളി കോൺഗ്രസ് നേതാക്കൾ. സർവേക്ക് വിശ്വാസ്യതയില്ലെന്ന് രമേശ് ചെന്നിത്തല. വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും പാർട്ടിയിൽ ഒരുപാടുണ്ടെന്ന് K മുരളീധരൻ. വിശ്വപൗരൻ വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ എന്നും വിമർശനം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച സംഭവത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായം പ്രഖ്യാപിച്ച സർക്കാർ. ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകാൻ തീരുമാനം. കുടുംബത്തിന് വീട് വെച്ച് നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പുതുക്കിയ കീം ഫലം പ്രസിദ്ധീകരിച്ചു. റാങ്ക് പട്ടികയിൽ 1-ാം റാങ്കിനടക്കം മാറ്റം. പട്ടികയിൽ പിന്നിലായി കേരള സിലബസ് വിദ്യാർത്ഥികൾ. ആദ്യ 100-ൽ 21 കേരള സിലബസ് വിദ്യാർത്ഥികൾ. മുൻപുണ്ടായിരുന്നത് 43 പേർ. കീം പരീക്ഷ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിൽ സർക്കാരിന്റെ സ്റ്റേ ആവശ്യം നിരസിച്ച് ഹൈക്കോടതി. സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. ഉത്തരവ് മാർക്ക് ഏകീകരണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കീം വിഷയത്തിൽ സർക്കാർ അപ്പീലിനില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കൈക്കൂലി കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശം. 2 ആഴ്ചയ്ക്കകം കീഴടങ്ങണം. ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താമെന്നും ഹൈക്കോടതി. ശേഖർ കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തത് ED കേസ് ഒതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടതിൽ. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയതിൽ കേരളം ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് MSC കമ്പനി ഹൈക്കോടതിയിൽ. കമ്പനി നിലപാടറിയിച്ചത് സംസ്ഥാനം നൽകിയ നഷ്ടപരിഹാര ഹർജിയിൽ. വിഴിഞ്ഞത്തെത്തിയ MSC കപ്പലിന്റെ അറസ്റ്റ് കോടതി നീട്ടി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സ്റ്റേയില്ല. പരിഷ്കരണത്തിൽ യുക്തിയില്ലെന്ന് പറയാനാവില്ലെന്ന് സുപ്രീം കോടതി. വോട്ടർ പട്ടിക പുതുക്കലിന്റെ മറവിൽ പൗരത്വ നിർണയം വേണ്ട. ആധാറോ റേഷൻ കാർഡോ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി. ഇനി ഒരിടവേള.